ഇടിച്ചവന്റെ കൂമ്പിയാ കലക്കും. ഇങ്ങോട്ട് മാറിക്കടാ. എടോ തന്നോടാ പറഞ്ഞിരിക്കണം മാറിയിക്കാൻ. അല്ല എതിന്നൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. സൂക്ഷിക്കണം, അവന്മാരൊക്കെ ഒറ്റക്കെട്ടാ. ഓ എന്നെ നോക്കാൻ എനിക്കറിയാം. ആ അത് മതി. ആ ബാലന്റെ പേരിൽ ശരിയായ നടപടി ഞാൻ എടുത്തോളാം. എന്നാ എത് പൊയ്ക്കോ. ഊണഴിച്ച ഹോ ജനിക്കണമെങ്കിൽ ഇവനെ പോലെ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടയായിട്ട് ജനിക്കണം. എന്തൊരു സുഖമാ. ജയിലിൽ പോലും രാജകീയ പദവിയാ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുത്തേനെ. ഇവൻ എപ്പോഴാ വന്നത്? ഇന്നലെ വന്നവൻ ബാലനെ തല്ലി. അപ്പൊ നാളെ സാറിനെ തല്ലും. അതിനു മുമ്പ് ഞാൻ അവനെ ഒതുക്കിയിരിക്കും. വിളിയടവനെ, നമ്മുടെ 555-നെ. ഒന്ന് പയ്യത്തിന്ന പണിയും തിന്ന പനതന്നെ അച്ഛൻ തിന്നട്ടെ. എനിക്ക് ചോറാ ഇഷ്ടം. അവൻ തിന്നട്ടിക്ക. വർഷത്തിന് 3 മാസമല്ലേ ഇത് കിട്ടുള്ളൂ. അപ്പൊ ബാക്കി മാസം പട്ടിണി. അപ്പോഴല്ലേ നമ്മള് കക്കാൻ പോണത് ഇവിടെ എത്തണതും. ദേ വന്നടാ ദജ്ജാല്. വേഗം തിന്നോ. ശശിയെ പോരടാ, ഇപ്പൊ കറക്റ്റ് പോകൂ. ഉപ്പിട്ട് ഇത്ര കഞ്ഞിവെള്ളം കുടിച്ചാൽ ആ ബോഡിക്ക് നല്ലതായിരുന്നു. ആരാ എന്നെ തല്ലിയത്? ആരാ എന്നെ തല്ലിയെന്നാ ചോദിച്ചത്. എങ്ങനെ ചിരിക്കാതിരിക്കും? ഇവിടെ ഉള്ളവന്മാരൊക്കെ തമാശക്കാരല്ലേ. ഈ ഇരിക്കുന്ന ശശില്ലേ, ഒരു തമാശ കാണിച്ചെത്തിയാണ് ഇവിടെ. വെറും ഒരു ഷേക്കിന്റെ ഇട്ടേനാണ് ഓൻ ഇവിടെ വന്നത്. അതെ, ശശി ഗൾഫിലായിരുന്നേ. ആ ഓന്റെ പെട്ടി തുറന്ന് നോക്കുമ്പോ ഒരു ഷേക്കിന്റെ ഹാൻഡ് കിട്ടി. വജ്രമോതിരം വില കൂടെ വാച്ചൊക്കെ ഉള്ള ഒരു ഹാൻഡ്. വെറുതെ സൂചിപ്പിക്കല്ലേ. പിന്നെ ഇതേ നമ്മുടെ ബാലൻ വെറുതെ സേഫ് ആയിട്ട് ഇരുന്നതിനാണ് ഈ തടവ്. ബാലൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതേ ബാങ്കിലെ സേഫും കൊണ്ടായിരുന്നല്ലേ ഇരുന്നത്. ഇനി വേറൊരു പഹനുണ്ട് ഇവിടെ, വലിയ തമാശക്കാരൻ മഹി. അവൻ പൂച്ചയെ പോലെ ഇരുട്ടത്ത് കണ്ണു കാണും. ഇടത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കും. അപ്പടി വലത്തുനിന്ന് വരും. ഒരാളുടെയും കണ്ണുപെടാണ്ട് അടിച്ച് ഇഞ്ചപ്പരുവാക്കും. തെളിവാണെങ്കിലോ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഓൻ IAS. ഇരുട്ട് അടി സർവീസ് IAS. പഴയ ജയിലറെ 1.5 കാലം കൊണ്ട് ഞൊണ്ടി സ്ഥലമാറ്റം വാങ്ങി പോയതേ മൂപ്പറ വീരകഥയിലെ ഒരേട് മാത്രം. അന്നവന് ജയിലിലൊരു പേര് വീണു, മായാവി. മക്കളെ രവീന്ദ്ര, നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല. എൻ്റെ പേര് മഹി. അപ്പോഴേക്കും പിണങ്ങിയോ? മാഷേ, ഈ മതിൽക്കെട്ടിന് പുറത്ത് നമുക്ക് പേര് മേൽവിലാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് നമ്മളാരാ? ഒരു 164 അല്ലെങ്കിൽ ഒരു 555. അതുകൊണ്ട് പേരും മേൽവിലാസവും ഇല്ലാത്ത നമ്മൾ ഇതിനകത്ത് ഒറ്റക്കെട്ടായിരിക്കണം. ഈ നിൽക്കുന്ന ബാലനെ എന്നെ ഇവരെല്ലാവരും കളിയാക്കി വിളിക്കുന്നത് ഇരട്ടകളെന്ന്. ബാലൻ മാത്രമല്ല, ഇവരെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. ഇനി യതീന്ദ്രനും അതിലൊരാളാവണം. ആയേ തീരൂ. അല്ലെങ്കിൽ ഇവിടെ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിലും കണ്ണെത്താത്ത മറവിലും
യതീന്ദ്രനെയും കാത്ത് മാടനും മറുതയും യക്ഷിയും മറുകുലയും നിൽപ്പുണ്ടാവും. അടിച്ചു പരത്താൻ, വേണ്ടി വന്നാൽ കൊല്ലാൻ. അല്ല ബാല, ഇപ്പതേ മാഷ്ക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടികിട്ടിട്ടുണ്ട്. നീ ചെന്ന് കൈ കൊടുത്ത പിണക്കൊന്ന് മാറ്റിക്ക്. ആ ചെല് ചെല് ചെല്. എന്തത്? ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.